നേര് ഇന്ന് റിലീസായ പടമാണ്. ഇന്ന് റിലീസായ പടം നേരെന്നുള്ള സിനിമ ഉണ്ടല്ലോ, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. നിങ്ങൾ തിയേറ്ററിലോ OTT-യിലോ മൊബൈലിലോ എവിടെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. ഈ പടം നിങ്ങൾ കണ്ടിരിക്കണം. അത് എങ്ങനെ കണ്ടു എന്നുള്ളതല്ല, നിങ്ങൾ പടം കണ്ടിരിക്കണം. ജിത്തു ജോസഫ് എന്നുള്ള ഡയറക്ടറിന്റെ ക്രാഫ്റ്റ് ആണ് ഈ മൂവി. ക്രാഫ്റ്റ് അതായത് നമ്മുടെ ദൃശ്യമൊക്കെ സിനിമ ഇറങ്ങിയ സമയത്ത് നമുക്കൊരു കിട്ടിയൊരു ഫീലില്ലേ, ഗൂസ് ബംസ് അല്ല പറയാം, എന്താ ഇതൊരു ഗൂസ് ബംസ് രോമാഞ്ചം വന്നു അങ്ങനൊന്നും അല്ല പറയാം. ഇതൊരു നേര് അതിന്റെ എന്താ പറയാ, ഒരു ക്രൈം നടന്നു. ആ ക്രൈം നടന്നത് ഒരു വിക്ടിം ഉണ്ട്, ഒരു കുറ്റവാളിയും ഉണ്ട്. നമുക്ക് അറിയാം, എല്ലാവർക്കും ആയിരിക്കുന്ന സിറ്റുവേഷനിലുള്ള എല്ലാവർക്കും അറിയാം അത് ആരാണ് നടത്തിയത്, എന്താണ്. ജിത്തു ജോസഫിന്റെ ക്രാഫ്റ്റുകൾ ഓരോന്നും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഫസ്റ്റ് മൂവിയിൽ, ദൃശ്യം എന്നുള്ള മൂവിയിൽ ആള് ഒരു ക്രൈം നടത്തിയത് നമ്മൾക്ക് കാണിച്ചു തന്നു. അതിൽ നിന്ന് എങ്ങനെ ഹൈഡ് ചെയ്യാന്നുള്ളത് കാണിച്ചു തന്നു. എങ്ങനെ എന്തൊക്കെ കാണിച്ച് മീൻസ് ഒരു ഫേക്ക് ആയിട്ടൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഫേക്ക് ആയിട്ട് എല്ലാം ഒരു ഫേക്ക്, നിയമത്തിനെ നോക്കുകുത്തിയാക്കുക എന്നുള്ള സാധനം കാണിച്ചു തന്നു. അത് കറക്റ്റ് വ്യക്തമായിട്ട് കാണിച്ചു തന്നു. ഇങ്ങനെ 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 പോയി കഴിഞ്ഞാൽ നിയമത്തിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, പഴുതുകളാണെന്നുള്ളത്. രണ്ടാമത് 12th മാൻ എന്നുള്ള മൂവിയിൽ ആ നിയമം വെച്ചിട്ട് തന്നെ എങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ക്രൈം ചെയ്യാമെന്ന് കാണിച്ചു തന്നു. എങ്ങനെ ക്രൈം ചെയ്യാം, അല്ലെ ആ ക്രൈമിന്റെ സസ്പെക്ട് എങ്ങനെയായിരിക്കും വന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് കാണിച്ചു തന്നു. ഈ സിനിമയിൽ കാണിച്ചു തരാന്ന് വെച്ചാൽ നിയമം വെച്ച് എങ്ങനെ നമുക്ക് പോരാടാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് നിയമം കൊണ്ട് നമുക്ക് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയെ, നമുക്ക് നമ്മുടെ കിട്ടുന്ന നീതിയെ എങ്ങനെ നമുക്ക് ഒരു നിയമം കൊണ്ട് മാത്രം, യാതൊരു തരത്തിലുള്ള എക്സ്ട്രാ ഒരു ഇതില്ലാതെ നിയമം കൊണ്ട് മാത്രം നമുക്കത് എങ്ങനെ നേടാന്നുള്ളത് ഈ മൂവിയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ പടത്തിൽ എല്ലാത്തിലും ഓരോന്നിലും പുള്ളി ഉദ്ദേശിച്ചേക്കണം നിയമം എന്നുള്ളൊരു സാധനമാണ് ബേസ് ആയിട്ട് വെച്ചേക്കണത്. ബേസ് ആയിട്ട് പുള്ളി കാണിച്ചേക്കണ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള നിയമമാണ്. നിയമം വെച്ചിട്ട് പുള്ളി കാണിച്ചേക്കണ പുതിയ 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 ഓരോരോ സെഗ്മെന്റ്സ് ആണ്. ഓൾറെഡി ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ല പ്രീ പ്രൊഡക്ഷൻ സമയത്ത് പറഞ്ഞിരുന്നു, അതായത് റിലീസിന്റെ ടൈമിൽ പറഞ്ഞിരുന്നു, ഈ സിനിമയുടെ, അതായത് നേരെന്നുള്ള സിനിമയുടെ ഒരു സീക്വലോ അല്ലെങ്കിൽ മൾട്ടി സീക്വൽസോ നമുക്കിനി കാണാം. അതിൽ ഈ കഥാപാത്രം ഒരു അഡ്വക്കേറ്റ് ആണ്. ആ അഡ്വക്കേറ്റിന്റെ ഇനിയുള്ള കേസ് അന്വേഷണങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാം. ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഒരു പോലീസുകാരന്റെ അന്വേഷണം പോലെയല്ല. ഇത് നിയമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ്. ആള് അതിനകത്ത് കണ്ടുപിടിച്ച ഈ സിനിമയിൽ തന്നെ പെർസ്പെക്റ്റീവ്സ്, കുറെ പോയിന്റ് ഓഫ് വ്യൂസ് പറയുന്നുണ്ട്. ഒരു ഡേ റീക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ നിയമം വളച്ചൊടിക്കാമായിരുന്നു എന്നുള്ള പറയുന്നുണ്ട്. അതായത് ദൃശ്യത്തിന്റെ ഒരു റിസംബ്ലൻസിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഭയങ്കര റെലവെന്റ് ആയിട്ടാണ് ഈ പടത്തിലെല്ലാം പോയേക്കണത്. എല്ലാം പറഞ്ഞേക്കണതും കാണിച്ചേക്കണതും ചെയ്തേക്കണതും എല്ലാം ഭയങ്കര റെലവെന്റ് ആയിട്ടാണ് പോയേക്കണത്. പടത്തിന് ലാഗ് ഉണ്ടെന്ന് പറയണവരോട് നിങ്ങൾ എന്ത് തരം പടമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വെച്ചാൽ നോക്കിയിട്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പടം കാണുക, അല്ലാത്തൊരു പടം കാണാതിരിക്കുക. ഇത് ഒരു ക്രൈം ത്രില്ലർ എന്നല്ല പറയാ, എന്താ പറയാ, ഒരു ത്രില്ലർ മൂവിയാണ്. പക്ഷെ ആ ത്രില്ലർ റിലേറ്റഡ് ടു ലോ, നിയമത്തിനെ വച്ച് ഒരു കുറ്റകൃത്യം ഹൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ നിയമം വെച്ച് തന്നെ ആ കുറ്റകൃത്യത്തിനെ ഡിഗ് ചെയ്തിട്ട് ആ ക്രിമിനൽസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് മേടിച്ചു കൊടുക്കുന്നത്. അതാണ് ഈ പടത്തിന്റെ ബേസ് വൺ ലൈൻ. ദ ബേസ് വൺ ലൈൻ. ആൻഡ് വാട്ട് എ മാൻ യു ജിത്തു ജോസഫ്, വാട്ട് എ മാൻ, വാട്ട് എ ക്രാഫ്റ്റ്. എന്താ പടത്തിന്റെ ഓരോ ഓരോ ചില BGMs, ചില ആ ഒരു ഇതിൽ വരുന്ന ചില സൗണ്ട്സ്, മ്യൂസിക്സ്, കാര്യങ്ങളൊക്കെ ആ സീൻസിനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോയേക്കണത്. ഇതിനകത്ത് നിങ്ങൾക്ക് മോഹൻലാൽ എന്നുള്ളൊരു നടനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അത് ജിത്തു ജോസഫിന്റെ മൂവീസിലെ സ്പെഷ്യാലിറ്റി കേട്ടോ. കാരണം ദൃശ്യം എന്നുള്ള സിനിമയിൽ നിങ്ങൾക്ക് ജോർജ് കുട്ടി അല്ലാതെ വേറെ ഒരാളെ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഒരു ലാസ്റ്റ് ഇന്റർവ്യൂവിൽ പുള്ളി പറയണ്ടായിരുന്നു ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോലും, ഒരു പോയിന്റ് ഓഫ് സെക്കൻഡിൽ പോലും, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പോലും ജോർജ് കുട്ടിക്ക് സഹദേവൻ എന്നുള്ള പോലീസുകാരനെ തിരിച്ച് ഒന്ന് കൈ വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചെറുക്കാനോ തോന്നുന്നില്ല. കാരണം അയാളുടെ ഉള്ളിലുള്ള നന്മയും അയാളുടെ ഉള്ളിലുള്ള ആ ഒരു എല്ലാം അയാളുടെ ഉള്ളിലാണ്, നന്മ എല്ലാം അയാളുടെ ഉള്ളിലാണ്. അയാൾക്ക് ഒരിക്കലും സഹദേവന്റെ പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റ് ആണ്. ആസ് പെർ നമ്മുടെ സഹദേവൻ എന്നുള്ള പോലീസുകാരന്റെ ഇൻഡ്യൂഷൻ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ അയാളുടെ ഉദ്ദേശം കറക്റ്റ് ആണ്. ഇയാളാണ് കുറ്റം ചെയ്തേക്കണത്, അയാളെ തന്നെ പിടിക്കണം. അത് ജോർജ് കുട്ടിക്കും അറിയാം, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, എന്നെ പിടിക്കാനാണ് വന്നത്, അതിനെ ചെറുക്കുക. അതിൽ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണിച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് നിയമം വെച്ചിട്ട് അങ്ങ് എക്സ്ട്രീം പോവുക, അല്ലെങ്കിൽ നിയമം വെച്ച് അങ്ങനെ ഭയങ്കര വാക്ചാതുർശ്യമായിട്ടുള്ള
പോരാളിത്തം അങ്ങനെയൊന്നും അല്ല കേട്ടോ കാണിക്കുന്നത്. ഇത് ഫുൾ ബുദ്ധിപരമായിട്ടുള്ള ഒരു സാധനങ്ങളാണ്. ഈ പടത്തില് ജിത്തു ജോസഫിന്റെ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കെട്ട് ഇങ്ങനെ മുറുക്കി കൊണ്ടുവരും. എന്നിട്ട് ആ പുള്ളി ആ കെട്ട് അഴിക്കണ ഒരു രീതിയുണ്ട്. ആ കെട്ട് അഴിച്ച് കൊണ്ട് നമുക്കത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇത് ഇങ്ങനെ അഴിഞ്ഞ് ഒരു ഫ്രീ ആവൂലേ എന്നുള്ള ഒരു റിലാക്സേഷൻ ഉണ്ട്. അത് ഈ പടത്തിൽ 100% ആണ്. പിന്നെ എന്റെ വാക്കുകൾ ഇത് ജെന്യുവൻ ആണോ എന്നുള്ളത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ വീഡിയോ ഞാൻ ഇട്ടേണ വീഡിയോ നിങ്ങൾ ഇപ്പൊ ഇത്രയും സെക്കൻഡ് നിങ്ങൾ കണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ പടമായിട്ട് റെലവെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ട് ഞാൻ സിനിമാസിന്റെ റിവ്യൂസ് എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കുറച്ച് നാൾ ഗ്യാപ്പ് വന്നിരുന്നു. അപ്പൊ ഒരു തൊട്ടടുത്തുള്ള ഒരു ഫ്രണ്ടിനെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക. ചാനലൊന്ന് ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൊത്തം നെക്സ്റ്റ് വ്ലോഗ് ഞാൻ പുറകെ ഉണ്ട്. നമുക്ക് ഒന്നിച്ച് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഒന്നിച്ച് ചില നല്ല കാര്യങ്ങൾ ചെയ്യും ഫ്യൂച്ചറിൽ. ബൈ. ഞാൻ ഇപ്പൊ ലാസ്റ്റ് സെക്കൻഡ് ഷോ കണ്ടിട്ട് വന്നതാണ്. പെട്ടെന്ന് സഡൻ ആയിട്ട് കണ്ടാണ്. ഇപ്പൊ യൂട്യൂബിൽ ഇത്രയും അധികം മൂവി റിവ്യൂസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഷോ തുടങ്ങി ആദ്യത്തെ ഷോ മോർണിംഗ് ഷോ തുടങ്ങിയിട്ട് ആ സമയത്തുള്ള ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് അപ്ഡേറ്റ് ചെയ്യുന്ന ടീം ആൾക്കാർ നമ്മുടെ ഓൺലൈനിലുണ്ട്. എന്നിട്ടും ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് ഇന്നത്തെ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇതിനോടുള്ള ഒരു പാഷൻ കൊണ്ട് തന്നെയാണ്. വീഡിയോസ് ഇടുന്നതിലൂടെ ഞാൻ ഇതിൽ നിന്നൊന്നും സമ്പാദിക്കാൻ ഉദ്ദേശിക്കണം. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, എനിക്കിതൊരു പാഷനായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഒറ്റ കാര്യം കൊണ്ടാണ്. പിന്നെ നിക് ബ്ലോഗ്സ് ഒക്കെയാണ് നമ്മുടെ ഒരു മുമ്പിൽ നിൽക്കുന്ന നമുക്കൊരു റോൾ മോഡൽ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതൊക്കെ പോട്ടെ, അതൊക്കെ എല്ലാം മാറ്റി വെച്ചേരെ. സിനിമ